ഡൽഹിയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ഞാൻ വീണ്ടും മുട്ടി നോക്കാം. പക്ഷെ ഒരു ദയാഹർജിയുടെ കാര്യം എനിക്ക് തീരെ ഹോപ്പില്ല പ്രിൻസേ. 5 പേരെയൊക്കെ വളരെ മൃഗീയം. സ്വന്തം മകളെ നശിപ്പിച്ച 5 പേരോട് ഒരു അച്ഛൻ ക്ഷമിച്ചില്ല. തന്റെ മോളെ നശിപ്പിച്ച താൻ കെട്ടിപ്പിടിച്ചു വയ്ക്കൂ. നിയമത്തിന് തോന്നാത്ത ദയ നമുക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല പ്രിൻസേ. ആ കുട്ടിയുടെ വിധി തിരുത്തി എഴുതാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ സാധ്യമല്ല. നടക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് നീ ആലോചിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യാം എന്നല്ലാതെ ഇക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. ഇപ്പോ കേണലിനല്ല ദയാഹർജി വേണ്ടത്, അത് അഞ്ജുവിനോടാണ് നീ കാട്ടേണ്ടത്. ഈ അഭിനയത്തിനിടയിൽ നീ അത് മറക്കരുത്. നിന്നോടും സദാശിവനോടും തല്ലുകൂടാനേ ആ കുട്ടിക്ക് ഇപ്പൊ നേരമുള്ളൂ. അവളുടെ ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ അവൾക്ക് എന്താ ഉള്ളത്? നീ പോയി ആ പിള്ളേരെ വിളിച്ചോണ്ട് വാ. അവളെല്ലാം മറന്നൊന്ന് ചിരിക്കട്ടെ. ശരി. കൊച്ചച്ഛനോട് മിണ്ടരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നെ, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാത്ത. വേണ്ട മക്കളെ, കൊച്ചച്ഛനോട് സംസാരിക്കണ്ട. സംസാരിക്കുന്നത് മിണ്ടാതിരുന്ന് കേട്ടോണം. ഇപ്പൊ എന്തിനാ വിളിച്ചേ? ആന്റി എവിടെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എല്ലാരും കൊച്ചച്ഛന്റെ കൂടെ ഫാമിലോട്ട് വരണം. വരാമോ? ആന്റിക്ക് സുഖാണോ? ഞങ്ങളെ ചോദിച്ചിരുന്നോ? ആന്റിക്ക് നല്ല സുഖമല്ല. നിങ്ങൾ എല്ലാരും കൂടെ കാണുമ്പോ ചിലപ്പോ സന്തോഷാവോ? ആവും. എനിക്ക് വേഗം റെഡിയാകെ, ഞാൻ പുറത്ത് കാത്തേക്കാം. വേഗം വരണം. ഇത് അപ്പു എടുത്തോ. ഒരു വലിയ വയലിനിസ്റ്റ് ആണ് കേട്ടോ. ഇത് സാൻഡി മോൾക്ക്. താങ്ക് യു ആന്റി. മോന് ഓ സ്വീറ്റ്. ഈ തോട്ടം നോക്കാൻ ഞാൻ വേണം, മോട്ടോർ സൈക്കിളും കാറും നന്നാക്കാൻ ഞാൻ വേണം, പാചകം ചെയ്യാൻ ഞാൻ വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ച് പ്രിൻസ് എത്ര നാൾ കഴിയുമെന്നാ എനിക്ക് മനസ്സിലാക്കാത്തത്. ബാല, ഇവന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? വെട്ടിക്കൽ സദാശിവൻ. വെട്ടിക്കൽ എന്നുള്ള എന്റെ വീട്ടുപേരാ. പ്രിൻസിന്റെ ആരായിട്ട് വരും താൻ? പറഞ്ഞു വരുമ്പോ പ്രിൻസ് എന്റെ ഒരു കൂട്ടുകാരനായിട്ട് വരും. പ്രിൻസ് ആപത്തിച്ചിന് ചാടുമ്പോ സഹായിക്കാൻ കൂട്ടുകാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മോന് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്ക് നന്ദി. താങ്ക് യു പ്രിൻസിന്റെ അച്ഛാ. വന്നു തമാശ അച്ഛനോടായോടാ? വിടേട്ടാ, കാണുമ്പോ എന്നെ തല്ലിക്കൊള്ളാൻ നേരത്തോളം നേർന്നിട്ടുണ്ടോ? എവിടെയാണോ പ്രിൻസ് ഇവിടെ ഇല്ല. എവിടെയോ? ചേട്ടാ, ഒരു കാര്യം മറക്കരുത്, ഞാൻ ചേട്ടന്റെ അനിയന്റെ കൂട്ടുകാരനാണ്, അല്ല കൂട്ടുകാരന്റെ അനിയനല്ല. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. പാടി ഇവിടെ അവളോട് ഇഷ്ടം കൂടാൻ പോയിരിക്കുന്നു. എന്റെ അനുജനൊരു ചെറിയ തെറ്റുപറ്റിപ്പോയി. അതിന്റെ പേരിൽ തന്നെ ചോദിക്കാണെന്ന് വെച്ചോ. കണക്ക് പറഞ്ഞ് മേടിക്കാം. നിനക്ക് എത്ര രൂപ വേണം? സ്ട്രീറ്റിൽ കിടന്ന് വില പേശി നല്ല ശീലം കാണും ഇവൾക്ക്. നീ കാരണം നഷ്ടപ്പെട്ടു പോയ സൽപ്പേര് കുറെ കാശ് തന്ന് തിരിച്ചു വാങ്ങാമെന്ന് കരുതിയിട്ടല്ല. വലിച്ചിറക്കി റെസ്ക്യൂ ഷെൽട്ടറിൽ കൊണ്ടുപോയി ഇടാൻ എനിക്കറിയാം. ആരും എന്നെ തടയില്ല. എന്ത് പറഞ്ഞിട്ട് കൂസലില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്നതിനും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടി വെറും ഒരു പാവമാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, പാവം കിട്ടും. പിന്നെ എങ്ങനെ സംസാരിക്കണോ നീ ഒന്ന് പഠിപ്പിച്ചാടാ. കുട്ടി ഇതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ആര് പറയുന്നടാ കാര്യമാക്കേണ്ടത്? എടാ, നീയൊക്കെ കൂടി ഇവനായിട്ട് കുരങ്ങളിപ്പിക്കുന്നത് നോക്കി ഞങ്ങൾ കൈയും കെട്ടിയിരിക്കണോ? നിന്നെ അവളെ അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല. സമ്മതിച്ചു, ഒരു മുറി തേങ്ങ ഉടക്കാൻ ഒരു ബുൾഡോസറിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് ക്രൂരതയാണ് ചേട്ടാ. ഈ പഠിക്കത്ത് നിന്നെ കണ്ടുപോരുത്. ന്യായം പറയുന്നു. ഞാൻ പറയുന്നു വേണ്ട. ഒന്നും പറയുന്നു. ഞാൻ പറയുന്നത് കാലമേ വേണ്ട വേണ്ട. ഞാൻ ഒന്ന് പറയും.
അഞ്ജു, പ്രിൻസ് വരാതെ ഇവിടുന്ന് പോകരുത് പ്ലീസ്. ഞാനാണ് പറയരുത്. പ്രിൻസ് വന്നേക്കാം. എന്നിട്ട് നിന്റെ ഡാഡി വരുന്നവരെ നീ എവിടാ താമസിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാനാ. തിരിച്ചടക്ക്. അഞ്ജു, പ്രിൻസ് പറയുന്നത് കേൾക്ക്. തൽക്കാലം അകത്തേക്ക് പോ. ഇത്രയും ദിവസം എന്നെ ഇവിടെ പൂട്ടിയിട്ടത് റെസ്ക്യൂ ഷെൽട്ടറിലേക്കുള്ള വഴി പറഞ്ഞു തരാനായിരുന്നു. ആണോ? നിങ്ങൾ മാത്രം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തുന്നത്? വേണ്ട, എനിക്ക് ആരുടെ സിമ്പതി വേണ്ട. എന്റെ കാർ ശരിയാക്കിട്ടാ. അത് കിട്ടിയില്ലെങ്കിലും ഞാൻ പോവും. വെറുതെ എന്നെ തടയരുത്. നിനക്ക് യാത്ര പറഞ്ഞിറങ്ങിപ്പോവാൻ ഒരു ദിവസം വരും. എന്ത് പറഞ്ഞാലും ശരി, നിന്റെ ഡാഡി വന്നിട്ട് നീ ഇവിടുന്ന് പോവും. വാ വരാൻ. എനിക്ക് പോണം. എനിക്ക് പോണം. ഓടാ. എന്നെ വിളിച്ചു നിർത്തി 4 വാക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ദേഷ്യം ഇവനോടല്ല കാണിക്കുന്നത്. തിരിച്ച് തല്ലില്ല എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇവനെ തല്ലിയത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒരിക്കലും നല്ലവനല്ല, ഇനി ഒട്ട് നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല. ആണും പെണ്ണും സംസാരിച്ചാൽ ഉണ്ണി പിറക്കുന്ന ഡോക്ടർമാർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണ്ട. പക്ഷേ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കല്ലേ. ഞാൻ അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ അന്തിക്കൂട്ടിനല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. എന്നെ തള്ളിക്കളയാനും കുറ്റം പറയാനും കിട്ടിയ സമയത്ത് നിങ്ങളെല്ലാം വാസ്തവം ചോദിക്കാൻ മറന്നുപോയി. കോൾഗേൾ അല്ലെങ്കിൽ പിന്നെ അവൾ ആരാണ്? ഈ സിറ്റിയിൽ അവൾ കറങ്ങി നടക്കുന്നത് കണ്ട പലരും ഉണ്ട്. നിനക്ക് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട. അവളെ പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വേണ്ട. പക്ഷെ അറിയുന്നൊന്നുണ്ട്. ഇത് ഇന്ത്യൻ പ്രസിഡന്റ് അവള് കൊടുത്ത ദയാ ഹർജിയുടെ ഒരു കോപ്പിയാണ്. കളക്ടർ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ എവിടെ താമസിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രിൻസ് അല്ല. അയ്യോ, അങ്ങനെ കൊലപാതകയാവരുത്. IPC 302 വകുപ്പ് പ്രകാരം ആദ്യം തൂക്കിക്കൊല, പിന്നെ ജീവപര്യന്തം ശിക്ഷ. നോക്കിയേ, ഇത് പ്രിൻസിന്റെ ഫാം ഹൗസ് ആണ്. ഇവിടെ പ്രിൻസ് പറയുന്നത് നടക്കൂ. പിന്നെ ഞാനും കുട്ടിയുടെ ഡാഡി വരട്ടെ, എന്നിട്ട് പോവാം. പ്രിൻസ് പറഞ്ഞു കേട്ടല്ലോ. അയ്യോ കുഞ്ഞിനിവിടെ എന്തോത്തിന്റെ കുറവാ. ഇനി ഇപ്പൊ പോണമെങ്കിൽ തന്നെ ഡാഡി വരുമ്പോ അങ്ങ് പോവാമല്ലോ. ഡാഡി വരില്ല, ഒരിക്കലും വരില്ല. ബുദ്ധി, അത് ബുദ്ധി. ആ നമ്പർ കയ്യിലിരിക്കട്ടെ. അഞ്ജുവിന്റെ ഡാഡി വരുന്നത് തന്നെ മോൾ എവിടാന്ന് ചോദിച്ചോണ്ടായിരിക്കും. ഒന്നും പറയണ്ട. അഞ്ജുവിൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. അഞ്ജു ആകെ അപ്സെറ്റ് ആയിരിക്കുക. എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ നിലവിളിച്ച്? വല്ല സ്വപ്നം കണ്ടോ? ഞാനോ? ഞാൻ നിലവിളിച്ചിട്ടില്ല. ഞാൻ പൊയ്ക്കോളാം. എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്ക് പോണം. എന്നെ കൊണ്ടുവരാനും വരില്ല. വരും, വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഡാഡി വരാതിരിക്കില്ല. അതെ, പ്രിൻസിന്റെ നാക്ക് കരുനാക്ക ഫലിക്കും. അന്ന് അഞ്ജുവിനെ ആരും തടയില്ല. ഇപ്പൊ കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് സ്ലീപ്പ്. എന്തോന്ന്? പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങിക്കോ. ഒന്നുമില്ല. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും മകളെ സേഫായ ഒരിടത്ത് എത്തിക്കണമെന്ന ആഗ്രഹമേ അച്ഛനുള്ളൂ. അഞ്ജുവിനൊരു ജോലി, മെർക്കാരയിലെ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിട്ട്.
എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. ആ കുട്ടിയുടെ വീടോ? ഊട്ടിയിലുണ്ടായിരുന്ന വീടൊക്കെ കേസ് നടത്താൻ വേണ്ടി വിറ്റു. ഇനിയും വിൽക്കാൻ ബാക്കിയുള്ളത് ആ കാറ് മാത്രമാണ്. നാളെയല്ലേ ശിക്ഷ നടപ്പാക്കുന്നത്? അതെ, ഈ ഒളിച്ചുകളി തീരാൻ പോവുകയാണ്. എല്ലാം എനിക്കും സദാശിവനും അറിയാമെന്ന് അഞ്ചു അറിയുമ്പോ ഇനിയും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു ദയാഹർജിക്ക് വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത്. തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒരു ജീവൻ മാത്രമല്ല, ഒരു അച്ഛനെയും കൂടിയാണ്. അഞ്ജു, അഞ്ജു, എന്താ മാമ, എന്താ കാര്യം? കൊച്ചമ്മ അത് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. എവിടെ വിടറ, നീയൊക്കെ കൂടി ആ പാവം കുട്ടിയെ എവിടെയായിട്ട് എങ്ങനെ? മോളെ അഞ്ജൂട്ടി, അയ്യോ ആരാച്ചാര് വന്നു കാണുമല്ലോ. എങ്ങോട്ട് പോവുക? വിടൂല. സ്വന്തം അച്ഛനെ തൂക്കിക്കൊല്ലാൻ പോണന്റെ വിഷമം നിനക്കറിയോ? നീ എങ്ങനെ അറിയാനാ? നിനക്ക് അച്ഛനില്ലല്ലോ. എടാ തന്തയില്ലാത്തവനെ, എന്നെ വിടറാ. ഞാൻ ആ കുട്ടിയെ പോയി പറഞ്ഞു വിട്ടെ. ആ കുട്ടി അവസാനമായിട്ട് അതിന്റെ അച്ഛൻ ഒരു നോക്ക് കണ്ടോട്ടടാ. തന്റെ തിരുവായ നടക്ക്. ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ അറിയാവുന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പിക്കല്ലേ. അയ്യോ അതിനറിയില്ലേ? എന്റെ മോളെ അഞ്ജു. സങ്കടം കാണിക്കേണ്ട നേരമല്ലേ ഇത്? മിണ്ടാതെ ഇവിടെ ഞാൻ ഇരുന്നോണം. അതല്ല പൊട്ടിക്കരഞ്ഞ ഒക്കുന്നുണ്ടെങ്കിൽ അകത്ത് കുളിമുറിയുണ്ട്, അവിടെ പോയിരുന്ന് കരഞ്ഞോ. അയ്യോ ഇനിയിപ്പോ അങ്ങോട്ടൊന്ന് കണ്ണീർ കളിപ്പിക്കല്ലേ. അറിഞ്ഞപ്പോ എനിക്കും ഉണ്ട് വിഷമം. പക്ഷെ ഞാനും ഒന്നും പറയാൻ പോയില്ലല്ലോ. എന്നാലും ജയിലിലേക്ക് പോണെന്ന് ആ കുട്ടി വാശി പിടിച്ചാലോ സദാശിവ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് പറഞ്ഞാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും അഞ്ജുവിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. അത് അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാ. അവൾ ഇവിടുന്ന് പോകരുതെന്ന് കരുതി ആ സ്റ്റെയർ കേസിന്റെ അടിയിൽ നമ്മൾ ടയർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മണ്ടമാർന്നല്ലോ നമ്മള്. ഓ എന്തുവോ ദാ അത്ഭുതങ്ങൾ നടത്താൻ നമ്മൾ ഈശ്വരന്മാരൊന്നുമല്ലല്ലോ. വിശിഷ്ട സേവാ മെഡലും പരമവീരചക്രവും ദയ കിട്ടാൻ ഒരു എക്സ്ക്യൂസ് അല്ല. സത്യം പറയാലോ, എനിക്ക് വലിയ ഹോപ്പില്ല. നമുക്കെല്ലാം അഞ്ജുവിനോട് പറയാം. എന്നിട്ട് അവളെയും കൂട്ടി അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. മോളെ ജയിലിലേക്ക് കൊണ്ടുവരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പോ ഇനിയിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മണിക്കൂറുകളെ ഇനി അദ്ദേഹത്തിനുള്ളൂ. അവസാനമായി അവൾ അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ. മോളെ അഞ്ജു, അഞ്ജു വാതിൽ തുറക്ക്. അഞ്ജു മോളെ വാതിൽ തുറന്നേ. അഞ്ജു, അഞ്ജു എവിടെ? സദാശിവ അഞ്ജു എവിടെയെന്ന് എനിക്കറിയില്ല. ഇറക്കി വിട്ടവരോട് എന്നെ ചോദിച്ചു. ദേ നിൽക്കുന്നു. എല്ലാരും വെട്ടിച്ച് അവൾ ഇറങ്ങിപ്പോയി. അതെ, വിഷമിക്കാനൊന്നുമില്ല. ആ കുട്ടി അതിന്റെ അച്ഛനെ കണ്ടിട്ട് ഉടനെ ഇങ്ങ് തിരിച്ചെത്തും. തിരിച്ചു വരും. തനിക്ക് എന്താ ഉറപ്പ്? ഉറപ്പ് നന്ദി. 15 ദിവസം നിങ്ങൾ എന്നെ സഹിച്ചതിന് നന്ദി. ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ഡാഡി തൂക്കുകയറിൽ പെടഞ്ഞ് മരിക്കും. ഡാഡി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാനിവിടെ വന്നത്. എന്റെ ഡാഡി മരിക്കുന്ന അതേ മുഹൂർത്തത്തിന് വേണ്ടി. പുലർച്ചയ്ക്ക് 4:30 മണിക്ക് ഞാനും ഡാഡിയോടൊപ്പം യാത്രയാകും. അതുവരെ മാത്രം ഞാനൊന്ന് ജീവിച്ചോട്ടെ. ദയവായി എന്നെ അന്വേഷിക്കരുത്. ആഘോഷിക്കാൻ ഇനി എനിക്കൊരു പിറന്നാളുമില്ല. ദീർഘായുസിന് ഇനി വഴിപാട് വേണ്ടെന്ന് സദാശിവനോട് പറയണം. അപ്പൂന്റെയും പപ്പൂന്റെയും ഒക്കെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും. ഡാഡിയോടൊപ്പം ദൂരയാത്ര പോയ ആന്റിയായിട്ട്. പ്രിൻസിന്റെ ഉള്ളിൽ മാത്രം ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ.
ഈ ശല്യക്കാരി ഗുഡ് ബൈ. എന്തായടാ വല്ല വിവരമുണ്ടോ? ഇല്ല. നീ വിഷമിക്കണ്ട, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടാവും. സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് കണ്ടുപിടിക്കാം. നീ പോയി ദാസിനെ വിവരം അറിയിക്കേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ಎಲ್ಲ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಲು ವೈರ್ಲೆಸ್ ಮೆಸೇಜ್ ಕೊಟ್ಟಿದ್ದೇನೆ ಸರ್. ಹೈವೇಲಿ ಹೋಗುವ ಎಲ್ಲಾ ಗಾಡಿಯನ್ನು ಚೆಕ್ ಮಾಡಬೇಕು ಸರ್. ಹೋಟೆಲು ಮತ್ತು ಲಾಡ್ಜನು ಎಚ್ಚರಿಕೆ. ಎಸ್ ಸರ್. ಎಸ್ ಕಂಟ್ರೋಲ್ ರೂಮ್. ಸರ್, ಹೌದು ವೈಟ್ ಮಾರುತಿ ಕಾರ್ ನಂಬರ್ TN05M 2678. ആന്റി എപ്പോഴും വിളിക്കാനാ, ആരും അറിയാതെ ഞാനത് കാറിനകത്ത് വെച്ചത്. അപ്പോ നീ എന്താ ഉറങ്ങാത്ത? പോയി ഉറങ്ങ. ആന്റി ഉറങ്ങാൻ പോവാ, എല്ലാം മറന്നുറങ്ങാൻ. അതിനുവേണ്ടി ആന്റി ഇങ്ങോട്ട് വന്നത് തന്നെ. Any information? No. Contact the control room, please. മൊബൈൽ ടു കൺട്രോൾ റൂം. ഇത് വലിയ ശല്യമായിരിക്കാണല്ലോ. ഏതാ പ്രൈവറ്റ് ഫ്രീക്വൻസി? ഇതിനൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നതാവും? അല്ല, ഇത് വേറൊരു സ്ഥലം. അഞ്ജു, അഞ്ജു, ഇത് ഞാനാ പ്രിൻസ്. അഞ്ജു, പറടാ, എവിടുന്ന അഞ്ജു വിളിച്ചേ? അറിഞ്ഞൂടാ, എനിക്ക് ഗോഡ് പ്രോമിസ് ആയിട്ട് അറിഞ്ഞൂടാ. പറയാൻ. മോനെ, ആന്റി എവിടുന്നാ വിളിച്ചത്? പറ മോനെ. ഞാനാ വിളിച്ചത്, സ്ഥലം സത്യമായിട്ട് എനിക്ക് അറിയില്ല. പറയടാ. വേണ്ട, അവൻ അടിക്കണ്ട. ആന്റി എവിടുന്നാ മോനെ വിളിച്ചത്? പറ. ആന്റിയോട് സത്യമായിട്ട് പോയി വിളിച്ച കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞെന്റെ തല പൊട്ടിപ്പോയി. നിന്റെ തല പൊട്ടിപ്പോയത് കൊച്ചു നോക്കണം. പറ, എവിടുന്ന ആന്റി വിളിച്ചേ? എനിക്കറിയില്ല. പറയടാ. മലയിൽ നിന്നാ. മലയിലാ? ആ, അവിടെ നിലാവുണ്ട്, മഞ്ഞുണ്ട് എന്നൊക്കെ ആന്റി പറഞ്ഞു. വേറെന്താ പറഞ്ഞേ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. കൊച്ചാ, ചിലപ്പോ നമ്മൾ പണ്ട് പോയ സ്ഥലത്തായിരിക്കും, ബ്ലൂ ഹിൽസിന്റെ അടുത്ത്.
സസ്പെൻഡ് ചെയ്തു. ഞാൻ ഈ വിവരം എത്രയും വേഗം പ്രിൻസിനെ അറിയിക്കാം. സക്സസ് പ്രിൻസ്, സക്സസ്. കേണലിന്റെ ദയാഹർജി പ്രസിഡന്റ് സ്വീകരിച്ചു. ശിക്ഷ ജീവപര്യന്തമാക്കി. ജയിലിലേക്കും രാജ്ഭവനിലേക്കുള്ള ടെലക്സ് മെസ്സേജ് പോയിട്ടുണ്ട്. അഞ്ജുന്റെ എന്തെങ്കിലും വിവരം കിട്ടി? ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ട്. നീ വണ്ടി കയറ. കേണലിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് പ്രിൻസിനാണ്. അതുകൊണ്ട് മാത്രമല്ല, ഐ ഹാവ് ടു ട്രീ സർ. ഓക്കെ. കണക്കുകളൊക്കെ നമുക്ക് പിന്നീട് തീർക്കാം. ഞങ്ങൾക്കൊരു അത്യാവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ തീരെ ബിസിയല്ല. സദാശിവ,
ഫ്ലൈറ്റ് ലേറ്റ് ആയില്ലേ? അതെ. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. എനിക്ക് എന്റെ ഡാഡിയുടെ ഒപ്പം പോണം. എന്തിനാ എന്നെ രക്ഷിച്ചത്? എനിക്ക് ആരുമില്ല. മമ്മി, മഞ്ജു, ഡാഡി എല്ലാരും എന്നെ വിട്ടിട്ട് പോയി. എനിക്ക് പോണം അവരോടൊപ്പം. Look at this. Anju. എനിക്ക് എന്റെ ഡാഡിയെ കാണണം പ്ലീസ്. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. എന്റെ ഡാഡിയെ കാണണം. ഡാഡി, ഒരു താങ്ക്സ് പോലും പറയാതെ പോവാണല്ലേ? നോക്ക്, ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ പവിയുടെ അഞ്ചു സിറ്റി വന്നിട്ടുണ്ട്. പവിയുടെ അഞ്ചു സിറ്റിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ ഉണ്ട്. ഇനി ഫോട്ടോ ഇല്ലാത്ത കിഡ്നാപ്പിംഗ് കേസ് നമ്മൾ എടുക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ക്ലോറോഫോം മണപ്പിക്കില്ല എന്ന് എന്റെ കയ്യിൽ അടിച്ചവർ സത്യം ചെയ്തിട്ടുണ്ട്. അവൾ വരാൻ സമയം. നോക്കൂ, എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും 2 വട്ടം ആലോചിക്കണം. ഇനിയിപ്പോ എന്തോന്ന് ആലോചിക്കാൻ?